അള്ളാന്റെ റസൂല് പറയാ അന ഫറത്തുകും അലൽ ഹൗദി. ആഖിറത്തിൽ വന്നാൽ കാത്തു നിൽക്കാൻ പറ്റിയ സ്ഥലം ഹൗദുൽ കൗസറിന്റെ അടുത്താ. കാരണം എല്ലെണ്ണം ദാഹിച്ച് വിശന്ന് വലഞ്ഞ് വരുമ്പോ അവിടെ വരാതിരിക്കൂലല്ലോ. പക്ഷെ എല്ലാവർക്കും വെള്ളം കിട്ടുമോ? അതും മറ്റൊരു വിഷയമാണ്. ഞാൻ ഹൗലിന്റെ അവിടെ കാത്തു നിൽക്കും. ആ സമയത്ത് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവര് വരുമ്പോൾ ലോകത്തുള്ള എല്ലാ ജനവിഭാഗവും അവിടെ വരുമല്ലോ, എല്ലാ സമുദായത്തിലുള്ള ആളുകളും വരുമല്ലോ, അങ്ങയുടെ അനുയായികളെ എങ്ങനെയാണ് തിരിച്ചറിയുക? അല്ലാഹുവിന്റെ റസൂൽ ആ നിമിഷം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരാൾക്ക് കുറെ കുതിരക്കൂട്ടങ്ങളുണ്ട്, എല്ലാ കുതിരയ്ക്കും മുഖവും കൈകാലുകളും വെളുത്തതാ. എന്നാ ചില കുതിരകൾ അതിനിടയിലെ കറുത്ത കുതിരകളുമുണ്ട്. എന്നാൽ കറുത്ത കുതിരകളുടെ ഇടയിൽ നിന്ന് കൈയും കാലും മുഖവും വെളുത്ത കുതിരകളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല റസൂലേ. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് പറയുകയാ, എന്നാൽ എനിക്കും ബുദ്ധിമുട്ടില്ല. ഇന്നഹും യഅ്തൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ സമുദായത്തിലുള്ള ആളുകൾ വരുന്നത് ഖുർറന മുഹജ്ജലീന മിനൽ വുളൂ, ഖുർറന മുഹജ്ജലീ, കൈയും കാലും വെളുത്തിരിക്കുന്നതാണ്, മുഖവും വെളുത്തിരിക്കുന്നതാ, കൈ കാലിനും മുഖത്തിനും വല്ലാത്തൊരു പ്രകാശം കാണുന്നതാ. അത് എന്തിനാ, എങ്ങനെയാണ് ആ ഒരു പ്രകാശം കിട്ടുന്നത്? ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയാൽ കിട്ടുന്നതല്ല, ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോയാൽ കിട്ടുന്നതല്ല. ആ പ്രകാശം എങ്ങനെയാണ് ഉണ്ടാക്കുക? പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു കാര്യത്തിലൂടെയാണ് മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, മിനൽ വുളൂ, അവരെടുക്കുന്ന വുളൂ ഉണ്ടല്ലോ, വുളൂ ചെയ്യുന്നവരാണല്ലോ. ആ വുളുവെടുക്കാൻ വെള്ളം കോരിയിട്ട് മുഖമൊന്ന് കഴുകുമ്പോ ആ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്ന ആളെ പരലോകത്ത് വെള്ളം കോരിയിട്ട് കയ്യിലേക്ക് ഒഴിച്ചിട്ട് കൈ കഴുകുമ്പോ ആ കൈ പ്രകാശിക്കുന്ന ആളെ പരലോകത്ത് കാല് കഴുകുമ്പോൾ കാല് കഴുകുന്നു, കാല് കഴുകുമ്പോൾ കാല് നാളെ പ്രകാശിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് ഓരോരുത്തരെ നോക്കുകയാ, കൈയും കാലും മുഖവും വെളുത്തവരെ എല്ലാം മാറ്റി നിർത്തുന്നു. ഇത് എന്റെ അനുയായിയാണ്. നോക്കുമ്പോ കൈകാലും മുഖവും വെളുക്കാത്ത ചില ആളുകളുണ്ട്, പൊക്കോ, നീ എന്റെ ആളല്ല. അല്ലാ അല്ലാ, ജനിച്ചിട്ട് നിസ്കരിക്കാത്ത കഴുതേ, ജീവിതത്തിൽ ഒളിവെടുക്കാത്ത തെമ്മാടിയേ, നിന്നെ എങ്ങനാടാ റസൂല് തിരിച്ചറിയുക? നടന്ന് കുടിച്ചുകൊണ്ട് നടക്കുന്നവരെ, പലിശയുടെ കണക്കെടുത്തിയിട്ട് വയറും വെച്ചുകൊണ്ട് പലിശ തിന്നുകൊണ്ട് ജീവിക്കുന്നവരെ, രാവും പകലുമില്ലാതെ കള്ളു കുടിച്ച് നടക്കുന്നവരെ, നിന്നെ എങ്ങനാണ് റസൂല് തിരിച്ചറിയുക? കുപ്പി വാങ്ങി തന്നവനവിടെ വരൂലടാ, നിന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചവനവിടെ വരൂലടാ. അല്ലാഹുവിന്റെ ഹബീബ് നിന്നെ തിരിച്ചറിയണമെങ്കിൽ വുളൂ ചെയ്യണം മോനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഹൗലിന്റെ ഭാഗത്ത് നിന്ന് നമ്മളെ കാത്തു നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം കോരി തരാരാ. കസ്തൂരിയേക്കാൾ വാസനയില്ല, അതുപോലെ പാലിനേക്കാൾ വെണ്മയില്ല, തേനിനേക്കാൾ മാധുര്യമുള്ള, ഒരിക്കൽ കുടിച്ചാൽ അബദാ, പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പൈതാഹം എന്തെന്നറിയാത്ത ഹൗലുൽ കൗസർ എന്ന പുണ്യമായ വെള്ളം കോരി തരാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് ഹൗലിന്റെ ഭാഗത്ത് നിൽക്കുകയാ. പോകുന്നവിടെ കയ്യും കാലും മുഖവും വെളുത്തിരിക്കുമ്പോ ഓരോരുത്തരെ വിളിച്ചിട്ടവർക്ക് പാനം നൽകുകയാ. ഈ ഒരു ഭാഗ്യം വേണോ ജീവിതത്തിൽ? ഒളിവോടുകൂടി നടക്കുക. സ്വർഗം കണ്ട് മടങ്ങി വന്നപ്പോൾ റസൂലുള്ള ചോദിച്ചല്ലോ, ബിലാലേ, നീ എന്താണ് പുണ്യം ചെയ്യുന്നത്? ഞാൻ അറിയാത്ത ഏതോ ഒരു അമല് നിനക്കൊണ്ട് ബിലാൽ തങ്ങൾ ചോദിച്ചു, റസൂലേ, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ബിലാൽ തങ്ങളോട് റസൂലുള്ള പറയുന്നു, ബിലാലേ, സ്വർഗത്തിൽ ഇങ്ങനെ ഉലാത്തുമ്പോ അള്ളാന്റെ സ്വർഗമുണ്ടല്ലോ, ആ അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ മുന്നിൽ ബൈന യദൈ ഫിൽ ജന്ന, എന്റെ മുന്നിൽ, എന്റെ പിന്നിലല്ല, എന്റെ മുന്നിൽ ഞാൻ നിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം കേട്ടു. നീ അതിനു മുമ്പേ നടക്കുന്നത് ഞാൻ കണ്ടു ബിലാലേ. അതിനു മാത്രം എന്ത് അമലാണ് നീ ചെയ്തത് ബിലാൽ?
ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ ചെയ്യുന്നത് അങ്ങും സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് തന്നെയാ ചെയ്യുന്നത്, അല്ല എന്തോ ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നീ ചെയ്യുന്നുണ്ട്. അള്ളാന്റെ ഹബീബേ, ഞാൻ എപ്പോഴും ഒളു മുറിഞ്ഞാൽ ആ സെക്കൻഡിൽ ഞാൻ ഒളുവെടുക്കും നബിയേ. വീണ്ടും ആ ഒളു ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നു. ഒളു മുറിയുന്നത് എപ്പോഴാണോ പെട്ടെന്ന് ഞാൻ ഒളുവെടുക്കും. ഇതെന്റെ ശൈലിയാണ്. ഒളു ഇല്ലാതെ ഞാൻ നിന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അതാണ് കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ ഒളു ചെയ്യുന്നവരെ നാളെ റസൂലുള്ള തിരിച്ചറിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തണം. ഇവിടുത്തെ എല്ലാ അനുഭൂതികളും ഇവിടുത്തെ എല്ലാ ആസ്വാദനങ്ങൾക്കും അപ്പുറത്ത് അള്ളാഹു നമ്മളെ, അവന്റെ ഹബീബ് നമ്മളെ ഹബീബിന്റെ തണലിൽ ഒരുമിച്ച് കൂടണം. അവിടുത്തെ ലിവാ ഉൽ ഹംദിൽ നമ്മൾ ഒരുമിച്ച് കൂടണം. ഇത് വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഇനി അരമണിക്കൂർ കൂടി അവശേഷിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനില്ല, ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്ക് അത്രയും വലിയ, നമുക്ക് മാത്രം അള്ളാഹു തന്ന പ്രത്യേകതയാണ്. നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നമ്മുടെ സമുദായത്തിന് മാത്രമുള്ള പ്രത്യേകത, തജാവസ അൻ ഉമ്മത്തി അൽ ഖതഅ വന്നിസ്യാന വമസ്തുക്രിഹു അലൈഹി. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തിരിക്കാൻ. ഒന്ന്, ഖതഅ, ഒരു ചെറിയ പിഴവ് പറ്റിപ്പോയി. ഒരാളടുത്ത് നമ്മൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അടി ഉറപ്പാ. അങ്ങനെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യാനാ? അടി ഉറപ്പാ. ഒരുത്തനെ കുത്തി, നേരെ ചെന്നു. ഇപ്പോഴല്ലേ, കഴിഞ്ഞ ഏതാനും ആഴ്ചക്ക് മുമ്പ് കൂട്ടുകാരെല്ലാം കൂടെ കാറിൽ വരുന്നു, പെട്രോൾ പമ്പിൽ കയറുന്നു, എണ്ണ അടിക്കുന്ന ചർച്ച വരുന്നു. 500 രൂപ ഇടാ എണ്ണ അടിക്കാനെന്ന് പറയുന്നു, തരില്ല എന്ന് പറയുന്നു, വഴക്കുണ്ടാകുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, ഇന്റർലോക്ക് എടുക്കുന്നു, അവന്റെ തലയടിച്ച് പൊട്ടിച്ച് അവൻ മരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് കാരണം? നിസ്സാര കാരണം. ഭൂമിയിൽ ആരെങ്കിലും കൊന്നിട്ട് നേരെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാ, ഞാൻ ദാ ഈ കത്തി കൊണ്ടൊരുത്തനെ കുത്തിക്കൊന്നിരിക്കാൻ, പറ്റിപ്പോയി. എന്നാലോ ശിക്ഷ ഉറപ്പാ. പക്ഷെ അള്ളാന്റെ മുന്നിൽ വന്നിട്ട് പറയാ, പടച്ചോനെ പറ്റിപ്പോയി, രക്ഷ ഉറപ്പാ. അള്ളാഹു നമ്മളെ രക്ഷിക്കും, ശിക്ഷിക്കില്ല. പറ്റിപ്പോയി റബ്ബേ, ഖതഅ. രണ്ടാമത് ഈ ഉമ്മത്തിന് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്ത് എന്താണെന്നറിയോ? നിസിയാൻ, മറതി. നോമ്പാണ്. 5 മണിയായപ്പോഴേക്കും ഒരു കാക്ക ഇരുന്ന് നല്ല പഴംപൊരിയും ചായയും തട്ടുകയാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ബിരിയാണി വാരി അടിക്കുകയാണ്. കെട്ടികൾ നോക്കുമ്പോ ഭർത്താവ് ചോറിട്ട് കഴിക്കുകയാണ്. നിങ്ങൾക്ക് നോമ്പല്ലേ? അള്ളാഹുവേ, ഞാൻ മറന്നുപോയി. ഇനിയിപ്പോ എന്താ, പ്ലേറ്റിലുള്ളത് എല്ലാം തിന്നു തീർന്നിരിക്കുക. അവന് നോമ്പുണ്ടോ ഇല്ലേ? നോമ്പുണ്ട്. അവൻ മറന്ന് ചെയ്തു പോയ കാര്യത്തിന് അല്ലാഹു തജാവസ അൻ ഉമ്മത്തി, എന്റെ സമുദായത്തിന് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തിരിക്കാൻ. പിന്നെ ഒരു മസാല ഉണ്ട്, അത് പറഞ്ഞാൽ ശരിയാവൂല. ചില കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തേത് വമസ്തുക്രിഹു അലൈഹി. ഇങ്ങനെ ഒരു ബാറ് തുടങ്ങി, ഞാൻ അതിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ നാട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെ നാട്ടുകാരൊക്കെ ഹാ ഹൂ ഒക്കെ ആയി. കാരണം എന്താ? നിങ്ങൾ പരവൂരില് ബാറ് തുടങ്ങി എന്ന് പ്രസംഗിച്ച് എന്തിനാ? ഇത് നല്ലവരൊന്ന് കേൾക്കണ്ടേ? ഈ ശൈത്താന്മാര് ഈ പറയുന്ന എന്താന്ന് കേൾക്കണ്ടേ? ജുമയ്ക്ക് ഞാൻ പ്രസംഗിച്ചു, റബീഉൽ അവ്വൽ എത്തിയപ്പോ ഇതേപോലെ കളർ ബൾബൊക്കെ ഇട്ടപ്പോ കുട്ടികളുടെ ആഗ്രഹമല്ലേ. ഞാൻ പറഞ്ഞു, അല്പം ഒന്ന് വ്യത്യസ്തത വരുത്തിയിട്ട് കുറച്ച് കളർ ബൾബൊക്കെ ആവാം. കളർ ബൾബൊന്നും കുഴപ്പമൊന്നും ഉള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞിങ്ങ് ഇറങ്ങി. ജുമാ കഴിഞ്ഞിങ്ങ് ഇറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, ഏത് പറഞ്ഞതിനോട്? കള്ളം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ കളർ ബൾബാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലെന്നാ ഞാൻ പറഞ്ഞേ. അപ്പൊ കേൾക്കുന്ന ഒന്ന്, പറയുന്ന ഒന്ന്, ഇതല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ സ്പഷ്ടമായി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടായാൽ മൂന്നാലൊരു രീതി അവലംബിക്കണം. ഇല്ലെങ്കിൽ പടച്ചോൻ സത്യം നാട്ടിലെ ഒരുത്തനെ അള്ള വിടൂല. അതിന് തെളിവുണ്ട് ഖുർആനിൽ. ഖുർആൻ തെളിവാണ്. മൂന്നാലൊരു രീതി ഏതാ? ഒന്ന്, കൈ കൊണ്ട് ഓടി ചെന്നിട്ട് കള്ളു കുടിയാണെങ്കിൽ അവന്റെ കുപ്പി വാങ്ങിയിട്ട് ദൂരെ എറിയണം. പറ്റുമോ? ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? വിഷമിക്കണ്ട. അഷ്റഫുൽ ഖൽഖല്ലേ, കാരുണ്യത്തിന്റെ പ്രവാചകനല്ലേ, ഒരു പടി കൂടി താഴെ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഔ ബിലിസാനിഹി, ചെന്നിട്ട് അവനോട് പറ. നീ വലിച്ചെറിയാൻ നിൽക്കണ്ട, ചെന്നിട്ട് പറ, മോനെ ഇത് തെറ്റാണ്. ഇല്ല, ഞാൻ എങ്ങനെ പറയും അവനോട്? പറഞ്ഞ അവന്മാരെല്ലാം പറയാൻ പാടില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് കഞ്ചാവിനെ പറ്റി മിണ്ടിയാൽ തീർന്ന്. നമ്മളൊക്കെ വാഴതിനിപ്പോ കഞ്ചാവിന്റെ കാര്യം മിണ്ടത് തന്നെ ഇല്ല. കാരണം എന്താണെന്നറിയോ? 3 മക്കൾ കിടക്കുന്നത്, പോണ വഴിയിൽ വളഞ്ഞിട്ട് അപ്പോഴേ വെട്ടിക്കൊല്ലുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാര കാര്യം മതി. യുവത്വത്തിന്റെ ആ ഒരു തീവ്രമായ ആ തിളപ്പിന്റെ സമയമുണ്ടല്ലോ, ചെറുപ്പക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലത്. നീ നാവ് കൊണ്ട് പറ, മോനെ ഇത് തെറ്റാണ് എന്ന്. നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഔ ബിഖൽബിഹി, ഹൃദയം കൊണ്ട് ആ തെറ്റിനെ നീ വെറുക്കണം. അവനെ സാക്ഷി വിളിക്കരുത്, അവനെ പള്ളി കമ്മിറ്റി കയറ്റരുത്, അവനോടൊപ്പം ചേരരുത്, അവന്റെ സാക്ഷ്യം വഹിക്കുന്നത് അംഗീകരിക്കരുത്. മോളെ കെട്ടിക്കാൻ നേരിട്ട് സാക്ഷിയാരാ? മൂക്കറ്റം കുടിച്ചിട്ട് കണ്ണൻ ചുമന്നിരിക്കുന്ന കുടിയനെ സാക്ഷിയാക്കാൻ പാടില്ല. പിറ കണ്ടു എന്ന് പറഞ്ഞു, ആരാ? അവനാ, അവൻ കുടിയനാ. സ്വീകരിക്കരുത്, സാക്ഷി നിർത്താൻ കൊള്ളില്ലവനെ. ഖൽബ് കൊണ്ട് നീ അവനെ മാറ്റി നിർത്തണം. ഇതാണ് ഏറ്റവും ബലഹീനമായ ഈമാൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ബലഹീനമായ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതില്ലാത്തവൻ, ഇതാണ് ബലഹീനമായ ഈമാൻ എന്നതിന്റെ അർത്ഥം എന്താ? ഒരു തെറ്റ് കണ്ടിട്ട് കൈകൊണ്ടോ നാവ് കൊണ്ടോ ഹൃദയം കൊണ്ടോ വെറുക്കാത്ത ഒരാൾ ഏറ്റവും ലോക്കൽ ഈമാൻ, അൽഅഫുൽ ഈമാൻ, ഏറ്റവും താഴ്ന്ന ഈമാൻ അതാണെന്ന് പറഞ്ഞാൽ, ഇത് കണ്ടിട്ട് അവനായി അവന്റെ പാടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനോടൊപ്പം തോളിക്കൈയിട്ട് നടന്നതിന്റെ അർത്ഥം എന്താ? ഈ ബലഹീനമായ ഈമാൻ പോലും നിനക്കില്ലെന്നതിന്റെ അർത്ഥം. നിനക്ക് ആ ബലഹീനമായ ഈമാൻ പോലും ഇല്ല, പിന്നെങ്ങനാ നീ മുഅ്മിനാവുക? അതുകൊണ്ട് തെറ്റ് കണ്ടാൽ എതിർക്കണം. ഒരാൾ എതിർത്താൽ മതി, നാട്ടിലെ ഒരാൾ മതി. ഇല്ലെങ്കിലോ സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തവന്റെ പേര് ഗുദ്ദാർ. സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തവന്റെ പേര് ഗുദ്ദാർ. തലേ ദിവസം സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം ജലാശയത്തിൽ നിന്ന് മുഴുവനും വെള്ളം കുടിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അവന്റെ കള്ളുകുപ്പിയിൽ വെള്ളമൊഴിക്കാനില്ലാതെ ജലാശയം മുഴുവനും വറ്റിക്കിടക്കുന്നത് കണ്ടപ്പോൾ കൂട്ടുകാര് പറഞ്ഞു, സാലിഹിന്റെ ഒട്ടകം ഇന്നലെ കുടിച്ചു വറ്റിച്ചതാന്ന് പറഞ്ഞു, ഇന്ന് ഞാനതിനെ കൊല്ലുമെന്ന് പറഞ്ഞു. ഗുദ്ദാർ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ദൃഷ്ടാന്തമായി അല്ലാഹു നൽകിയ കറുത്ത വലിയ പാറക്കെട്ടിൽ നിന്ന് പേറ്റുനോവിന്റെ വേദനയും ഞരക്കത്തോടുകൂടി പുറത്തേക്ക് വന്ന ദൃഷ്ടാന്തമായ അള്ളാഹുവിന്റെ ആയത്തായ ഒട്ടകത്തെ കൊന്നുകളഞ്ഞ ഗുദ്ദാർ. അള്ളാഹു ഗുദ്ദാറിനെ പറ്റിയിട്ട് ഖുർആനിൽ പറഞ്ഞത് അഖറഹ, അവൻ ആ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞു എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആൻ നോക്ക്, അല്ലാഹ് പറഞ്ഞത് ഫകദ്ദബൂഹു ഫഅഖറൂഹ, അവരെല്ലാരും കൂടി അറുത്തു എന്നാ പറഞ്ഞത്. ഇല്ല, ഒരാൾ മാത്രമേ അറുത്തിട്ടുള്ളൂ ഒട്ടകത്തെ. പക്ഷേ അല്ലാഹു തആല ഒരു സമൂഹത്തിന്റെ മേൽ മുഴുവനും അല്ലാഹു തആല ആ തിന്മയുടെ തിക്തഫലത്തെ അല്ലാഹു തആല അത് മുഴുവനും അവരുടെ മേൽ ചാർത്തി കൊടുത്തതിന്റെ പേരിലെന്നറിയോ? ഒരുത്തം പോലും ചെയ്യരുതടാ എന്ന് പറയാൻ ആ മണ്ണിൽ ഉണ്ടായില്ല. ഒരുത്തനെങ്കിലും മോനെ നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലാഹു അഖറഹ എന്നേ പറയുമായിരുന്നുള്ളൂ. പക്ഷെ ഏവനും അതിനു വേണ്ടിയിട്ട് സ്തുതി പാഠകരായപ്പോൾ അല്ലാഹ് പറഞ്ഞു അഖറുഹ, എല്ലാവരും കൂടി അതിനറുത്തത്. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ വലാ യഖാഫു ഉഖ്ബാഹ. അല്ലാഹ് പറഞ്ഞു ഒരുത്തനെയും വിട്ടില്ല, മുഴുവനും നാട്ടുകാരെയും അല്ലാഹ് നശിപ്പിച്ചു കളഞ്ഞു. ഇനി വരാൻ പോകുന്നത് എഴുതി വെച്ചോ. കോവിഡിൽ നമ്മൾ പഠിച്ചില്ല, കല്യാണത്തിന് കാണിച്ചു കൂട്ടുന്നതുണ്ടല്ലോ, ബർത്ത്ഡേക്ക് ക്ലോസറ്റിന്റെ മോഡലില് കേക്ക്,
അതില് വിസർജനം കിടക്കുന്നത് പോലെ കേക്കിനോടൊപ്പം അത് കൊടുത്തിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് നിന്നിട്ട് ആടുക. എന്നിട്ട് ഇതിനെതിരെങ്കിൽ ഏതെങ്കിലും മൊയ്ലിയാക്കന്മാര് പ്രസംഗിച്ചാൽ അവരുടെ മണ്ടയ്ക്ക് കയറുകയാ. എന്നിട്ട് ഭക്ഷണത്തിന്റെ കാര്യങ്ങളിൽ അങ്ങനെ പിന്നെന്തൊക്കെയാ ഭക്ഷണം? ഈ ഭക്ഷണത്തിൽ തന്നെ പല മോഡലില് പല രീതിയിലും മനുഷ്യന്റെ അവയവങ്ങളുടെ മോഡലില് ഭക്ഷണം, കേക്ക്, അത് ഇത് ഈ രീതിയിൽ ഭക്ഷണത്തിനോട് മര്യാദ കാണിക്കുന്നില്ല. റബീഉൽ അവ്വലിൽ തന്നെ റാലി നടക്കുമ്പോൾ എറിഞ്ഞു കൊടുക്കാണ് മുട്ടായി. എറിഞ്ഞു കൊടുക്കുന്നത് വാങ്ങി തിന്നണ്ടെന്നല്ലേ ഇസ്ലാമിന്റെ നിയമം ഫിഖ് പറയുന്നത്. എറിഞ്ഞു കൊടുക്കാൻ പാടില്ലെന്നല്ലേ പറയുന്നത്. അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ, അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൊഫേ സംസ്കാരം എന്ന പേരില് കല്യാണത്തിന്റെ തിളപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്, തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ട്, പണക്കാരന്റെ കാശിന്റെ മോടി കാണിക്കാൻ വേണ്ടിയിട്ട്, കാളകളെ പോലെ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് എറിഞ്ഞു കൊടുത്തിട്ട് ബൊഫേ സംസ്കാരം നടത്തുമ്പോ ഇനി ഉണ്ടാകാൻ പോകുന്ന പടച്ചവന്റെ പരീക്ഷണം എന്താണെന്നറിയോ? ഭക്ഷണക്ഷാമമായിരിക്കും. എഴുതി വെച്ചോ നിങ്ങൾ. കടിച്ചു കീറി തിന്നേണ്ടി വരും. വാഗൺ ട്രാജഡി പോലെ വിശപ്പിന്റെ വിളിയാളം മൂലം കഴിക്കാൻ ഭക്ഷണമില്ലാതെ കൂടപ്പറപ്പുകളെ കടിച്ച് മാന്തി പറിച്ച് തിന്നുന്ന കാലം വരും. കാരണം അള്ളാഹു തന്ന ഭക്ഷണം വജീനത്തോട് കാണിക്കുന്ന നമ്മുടെ ആ അവഗണന, ആ വൃത്തികെട്ട നമ്മുടെ ഇടപെടലുകൾ അള്ളാഹു വിടൂല. ഭക്ഷണം വേസ്റ്റാക്കുന്നതിനോടുള്ള നമ്മുടെ സമീപനം അതൊക്കെയും വളരെ ഗൗരവത്തിൽ കണ്ടോളി. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തെറ്റ് കണ്ടാൽ എതിർക്കണം. മൂന്നാമത് അള്ളാഹ് പറയുന്നു, അള്ളാഹുവിൽ അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കുന്നവരാകണം. ഈമാൻ വേണം സഹോദരിമാരെ. ഈമാനുള്ളവരായി നമ്മൾ മാറണം. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത മറ്റൊന്നെന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഅഖിമിസ് സ്വലാത തുറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്. സൂറത്ത് ഹൂദിൽ അല്ലാഹ് പറയുകയാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടല്ല പറയുകയാ, നിസ്കാരം കൊണ്ട് നിങ്ങളുടെ ചെറുപാപങ്ങളെ അല്ലാഹ് അങ്ങ് പുറത്തു തരുന്നതാ. ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പൊ ഇശാ നിസ്കരിച്ചിട്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? ഇശാ നിസ്കാരം മഗ്രിബ് മുതൽ ഇശാ വരെയുള്ള എല്ലാ ചെറിയ പാപങ്ങളെയും പുറത്ത്. അൽഹംദുലില്ലാഹ്. ഇനി നിങ്ങൾ സുബഹി നിങ്ങൾ നിസ്കരിക്കൂലേ? ആ സുബഹി നിസ്കാരം ഇശാ മുതൽ സുബഹി വരെയുള്ള ചെറു പാപങ്ങളെ അല്ലാഹു തആല പുറത്തു തരും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സലാത്തുൽ ഖംസ് മുകഫിറാത്തുൽ ലിമാ ബൈനഹുൻ റവാഹു മുസ്ലിം. നബി മുഹമ്മദ് മുസ്തഫ. ഒരു 5 നേരത്തെ നിസ്കാരം, ആ നിസ്കാരങ്ങളുടെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കും. അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി കഫാറ. ഒരു ജുമുഅക്ക് വന്നാൽ അടുത്ത ജുമുഅയ്ക്ക് കൂടെ വന്നാൽ ഈ 2 ജുമുഅയുടെ ഇടയിലുള്ള ചെറിയ പാപങ്ങൾ അല്ലാഹ് പുറത്തു തരും. ഒളു എടുക്കുമ്പോൾ വെള്ളത്തിന്റെ തുള്ളികളോടൊപ്പം പാപത്തിന്റെ കറകൾ ഒഴുകിപ്പോകും. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരു ഇമാം ഉണ്ടായിരുന്നു, ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഒരു മുദരിസ് ഉണ്ടായിരുന്നു, ഒരു ഖത്തീബ് ഉണ്ടായിരുന്നു. മൂപ്പര് നല്ല ധനാഢ്യനാണ്. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ വുളു എടുക്കുന്നുണ്ട്. അവനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ നീ ഉമ്മായും ബാപ്പായും പറഞ്ഞ അനുസരിക്കൂലല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? നീ ഒലുവെടുത്തപ്പോൾ നിന്റെ മുഖത്ത് നിന്നും കൈകാലുകളിൽ നിന്നും വെള്ളത്തിന്റെ തുള്ളികൾ നിലത്തേക്ക് ഇറ്റു വീണപ്പോൾ അതിലുണ്ട് മോനെ നീ ഉമ്മയും വാപ്പയും അനുസരിക്കാത്ത ധിക്കാരത്തിന്റെ അടയാളങ്ങൾ, കറകൾ അതിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, ഒലുവെടുക്കുമ്പോൾ ഒലുവിന്റെ വെള്ളത്തുള്ളികളോടൊപ്പം പാപത്തിന്റെ തുള്ളികൾ കൊണ്ട് പാപത്തിന്റെ കറകളും തുള്ളികളും പുള്ളികളും നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്ന് താഴേക്ക് ഇറ്റു വീഴുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതല്ലേ? ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിച്ചാൽ മതി. അത് ആണുങ്ങളെ നോക്കി പെണ്ണുങ്ങളെ നോക്കി ചിരിച്ചാൽ മതി. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മോന്തൊക്കെ ചിരിച്ചോണ്ടിരിക്കൊന്നും വേണ്ട. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചാൽ ഫഹിയ സ്വദഖ. അതിന് ധർമ്മമാണ്, അത് സ്വദഖയാണ്. കണ്ടാൽ ചിരിക്കാൻ മനസ്സില്ലാതെ കണ്ടാൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു കോവിഡ് കൊടുത്തപ്പോൾ പിന്നെ കണ്ടാൽ ചിരിക്കണമെന്നുണ്ട്, പക്ഷെ ചിരിച്ചാരണമെന്ന് പറഞ്ഞു. പള്ളിയിൽ ഇമാമ നിസ്കരിക്കാൻ മെഹ്റാബിനകത്ത് കയറിയിട്ട് ഇസ്തവൂ ഇഅ്തദിലൂ വസ്തഖീമൂ വതറാസൂ എന്ന് പറയുമ്പോ അടുത്ത് നിൽക്കുന്ന ആള് ആരാണെന്ന് നോക്കിയിട്ട് കാല് അടുക്കലേക്ക് മാറ്റി വെച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പില് കോവിഡ് വന്നിട്ട് ചേർന്ന് നിൽക്കണമെന്ന് പൂതിയുണ്ട്. പക്ഷേ സോഷ്യൽ ഡിസ്റ്റൻസ്, ഒരു കൈയകലത്തിൽ മാറി നിൽക്കാൻ ഗവൺമെന്റ് കൽപ്പിച്ചു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് മറ്റൊരുത്തന്റെ വിഷമം മാറ്റിക്കൊടുക്കാൻ നീ പോകുന്ന യാത്ര നിനക്ക് നിന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് പഠിപ്പിച്ചപ്പോൾ വീട്ടിനകത്ത് ചടഞ്ഞിരുന്നിട്ട് താനും തന്റെ പെണ്ടാട്ടിയും തന്റെ തട്ടാനുമെന്ന തത്വമനുസരിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പാതിരാത്രിയുടെ നിശബ്ദതയിൽ പ്രഖ്യാപിച്ചു, ലക്ഷ്മണരേഖയ്ക്ക് പുറത്തിറങ്ങരുത്
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു നമ്മളെ കൊണ്ട് തന്നെ, എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ അള്ളാഹു താല അതിന് പണിയൊപ്പിക്കുക. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കുക, അള്ളാഹു നമുക്ക് തന്ന വലിയ പ്രത്യേകതയാണ് 5 നേരം നിസ്കാരം കൃത്യമായി നിർവഹിക്കും. വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നമുക്കുള്ളൊരു പ്രത്യേകത ഞാൻ അവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ കാണാം, മൻജാ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാ ബിസ്സയ്യിആ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. അല്ലാഹു പറയുന്നു, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിന് 10 ഇരട്ടി കൂലി, ഒരു തിന്മ ചെയ്താൽ അത്രേ ഉള്ളൂ. ഹദീസിൽ കാണാം, നമ്മളിപ്പോ ഒരു നന്മ ചെയ്ത് സുബ്ഹാനല്ലാഹ് എന്ന് പറയും, അല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ടുവന്നു 100 രൂപ ഒരാൾ ഇട്ടു, നമ്മളിട്ടത് 100 രൂപ. അള്ളാന്റെ മലക്കെഴുതുന്ന എത്ര 100 രൂപ. നമ്മൾ ഇടുമ്പോൾ അള്ളാഹു എഴുതുന്നത് 1000 രൂപ. 10 രൂപ ഇട്ട 100 രൂപ. അപ്പൊ അത് മതിയല്ല, 10 രൂപ ഇട്ട 100 ആയില്ലേ? അങ്ങനെ തന്നെ കണക്ക് കൂടിയാൽ തന്നെ എത്ര 1000 രൂപയായി? അത് നമ്മുടെ കണക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിന് 10 നന്മ അള്ളാഹു തരും. 10ന് 70, 70ന് 700, 700ന് 7000, 7000ന് 7 ലക്ഷം, 7 ലക്ഷത്തിന് 7 കോടി. ഇഖ്ലാസ് അനുസരിച്ച് കയറി പോകും. ഇനി ചെയ്തില്ല, നമ്മൾ ആഗ്രഹിച്ചു ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഇന്ന് 500 രൂപ എനിക്ക് ഇടണം, പക്ഷെ ഇട്ടില്ല. ഇതാരും മിസ്യൂസ് ചെയ്യരുത്, ഇത് മുതലെടുക്കരുത്. 100 രൂപ ഇടാൻ തീരുമാനിച്ചു, ചെയ്തില്ല. ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, ചെയ്തില്ല. എന്നാൽ ആ ചിന്തിച്ചതിന് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെയ്താൽ 10 മുതൽ 7 ലക്ഷം വരെ, ചെയ്തില്ലെങ്കിൽ നിനക്ക് ചിന്തിച്ചതിന് കൂലി. പക്ഷെ അള്ളാഹ് അറിയാം നിന്റെ ഉടായിപ്പും അല്ലാത്തതും. അതുകൊണ്ട് അള്ളാഹിന്റെ അടുത്ത് പണിയാ കൂല. നീ എന്നെ പണിതാൽ വാക്കിയത് കൈത, ഞാൻ നിന്നെ പണിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി തിന്മ നോക്ക്. ഒരാളൊരു തിന്മ ചെയ്ത് അല്ലാഹു തആല 10 എഴുതൂല. ഒരാള് തിന്മ ചെയ്യാൻ കരുതി, എന്നിട്ട് ചെയ്തില്ല. നന്മ ചിന്തിച്ചപ്പോ കൂലി കൊടുത്തതുപോലെ തിന്മ ചെയ്യാൻ കരുതിയപ്പോ തിന്മ എഴുതണ്ടേ? അല്ല എഴുതൂല. നീ ചിന്തിച്ചെങ്കിലും മോനെ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് പാപമില്ല. ഇനി ചെയ്താലോ 1ന് 10 പോലെ നിനക്ക് അല്ലാഹു 10 തിന്മയ്ക്ക് ശിക്ഷ എഴുതൂല. ആ ചെയ്തതേ എഴുതുള്ളൂ. അതും എപ്പോഴാ? 7 മിനിറ്റ് കഴിഞ്ഞിട്ട്, 7 സാഴത്ത് കഴിഞ്ഞിട്ട്. എന്താ കാര്യം? വലതുപക്ഷക്കാരനായ ഇടതുപക്ഷക്കാരനോട് വലതുപക്ഷക്കാരൻ പറയും. ഏത് വലതു ഇടതും? കേരള രാഷ്ട്രീയത്തിന്റെ വലതു ഇടതുമല്ല. അസ്ഹാബുൽ യമീൻ അസ്ഹാബു ഷിമാലിനോട് പറയും. എന്ന് പറഞ്ഞ കാത്തിബുൽ ഹസനാത്ത് കാത്തിബു സയ്യിആത്തിനോട് പറയും, 7 മിനിറ്റ് നീ എഴുതാതിരിക്കും. യവൻ അത് ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹ് പുറത്തു കൊടുക്കും. നീ വെറുതെ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് വെയിറ്റ് ചെയ്യ്. അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലിയില്ലെങ്കിൽ നീ എഴുതിയാൽ മതി. തിന്മ ചെയ്താൽ ഈ ഒരു ആനുകൂല്യം അള്ളാഹു ഈ സമുദായത്തിനല്ലാതെ വേറെ ആർക്കാ കൊടുക്കുക? അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞേക്കണം. അള്ളാഹു നമുക്ക് തന്ന പ്രത്യേകതയാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. നാളെ എനിക്കും വഴലുണ്ട്, നിങ്ങൾക്ക് ഇവിടെയും വഴലുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ ശ്രേഷ്ഠത പറയുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ സമുദായത്തിനും നാശമുണ്ടേ. ആമിറിൽ നിന്ന് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എല്ലാവർക്കും നാശമുണ്ട്. നിങ്ങൾക്കറിയോ, ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് ഉഹദിലേക്ക് വരികയാണ്. ഉഹദ് അറിയുമല്ലോ, ബാബു സലാമിൽ മദീനത്തുൻ നബവിയിൽ ചെന്നിട്ട് ബാബു സലാമിലൂടെ കയറുമ്പോഴല്ലേ ഇടതുഭാഗത്ത് റൗളത്തും മിൻ റിയാലിൽ ജന്ന. അവിടെ അല്പം കൂടി മുന്നോട്ട് പോകുമ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് കിടന്നുറങ്ങുന്ന ഹുജറത്തു ഷരീഫ. അതിന്റെ തൊട്ടപ്പുറത്ത് സിദ്ദീഖ് തങ്ങളാ, തൊട്ടപ്പുറത്ത് ഫാറൂഖ് തങ്ങളാ. അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ബാബുൽ ബഖീഅ, അവിടെ നിന്ന് നേരെ കാണുന്നത് ജന്നത്തുൽ ബഖീഅ. എന്നാൽ ബാബു സലാമിൽ നിന്ന് നമ്മൾ ബാബു
സലാമിൽ നിന്ന് ആ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് കയറുമ്പോ ബാബു സലാമിൽ നിങ്ങളൊന്ന് നിന്നിട്ട് ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കുക. എന്നിട്ട് ദൂരേക്ക് നോക്കുമ്പോ നമുക്ക് കാണാം ഉഹദ് മല. ആ ഉഹദിന്റെ രണാങ്കണത്തിൽ കിടക്കുന്നതാരാ? സയ്യിദു ശുഹദായി ഹംസത്തുൽ കർറാം. മഹാനായ സഹാബാക്കൾ എത്രയോ പേര് ആ മഅരിക്കത്തിൽ വളച്ചുകെട്ടിൽ കിടക്കുന്നുണ്ടല്ലോ. അവിടെയല്ലേ ജബൽ റുമാത്തുള്ളത്? അമ്പെയ്ത്ത് വിദ്യക്കാരായ സഹാബാക്കളെ നിർത്തിയിരുന്ന സ്ഥലം അവിടെ അല്ലയോ? ആ സ്ഥലത്ത് അള്ളാന്റെ ഹബീബെത്തുകയാ. എന്നിട്ട് ഉഹദിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആരക്കുകയാ. എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, വരൂ, മദീനയിലേക്ക് വരൂ. തൊട്ടടുത്തുള്ള മദീനത്തുൻ നബവിയിലേക്ക് വരികയാ. മസ്ജിദുൻ നബവിയിലേക്ക് അവർ കയറുകയാ. അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിലേക്ക് കയറുകയാ. എന്നിട്ട് അവിടെ നിന്നിട്ട് പറയുന്നു, അന ഫറത്തുൽ ലക്കും, ഞാൻ നിങ്ങൾക്കൊരു മുൻവിരുന്നുകാരനാ. വഅന ഷഹീദുൻ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാ. ഇന്നി വല്ലാഹി ലഅൻളുറു ഇലാ ഹൗലിൽ പടച്ചോനാണ്, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്റെ ഹൗല് കാണുകയാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഹൗലുൽ കൗസർ, 7 ആകാശങ്ങൾക്ക് മുകളിൽ സ്വർഗത്തിന്റെ സുന്ദരമായ പർദീസയിൽ കടന്നു പോകുന്നവർക്ക് കൊടുക്കുന്ന കുടിവെള്ള പദ്ധതി, ജലസേചന പദ്ധതി, അത് നോക്കിക്കണ്ടതിന്റെ പേരില് 7 ആകാശത്തിന്റെ പുറത്തുള്ള ആ ഹൗൽ എന്ന് പറയുന്ന പ്രവിശാലമായ അള്ളാഹു നൽകുന്ന വരദാനമായ അനുഗ്രഹം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കാണുകയാ. റസൂല് പറയാ, ഞാൻ ഈ മിമ്പർ എന്നുകൊണ്ട് കാണുകയാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും 7 ആകാശത്തിന് അഹമ്മദ് എന്ന് പേരിട്ടോ? ഇല്ല. മിഹ്റാജിന്റെ യാത്ര പോയി 1 ആകാശത്തിൽ കണ്ടു, മുഹമ്മദ് എന്ന് പേരിട്ടോ. 2 ആകാശത്തിൽ കയറിയപ്പോ മുസമ്മിൽ എന്ന് പേരിട്ടോ. 3 ആകാശത്തിൽ കയറിയപ്പോ മുദ്ദസിർ എന്ന് പേരിട്ടോ. 4 ആകാശത്തിൽ കയറിയപ്പോ യാസീൻ എന്ന് പേരിട്ടോ. 5 ആകാശത്തിൽ കയറിയപ്പോ ത്വാസീൻ എന്ന് പേരിട്ടോ. 6 ആകാശത്തെത്തിയപ്പോ റസൂലുള്ളാന്റെ മറ്റേതെങ്കിലും പേര് മാഹി എന്നോ ഏതെങ്കിലും പേര് നമ്മൾ ഇട്ടോ? അള്ളാഹുവിന്റെ റസൂല് പോയ യാത്രകളിലൊന്നും 1 ആകാശത്തിന് നമ്മൾ പേരിട്ടിട്ടില്ല. ഇല്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോ എന്ത് സംഭവിച്ചാലും അതിന് പേരിടുന്ന കാലമാണ്. എന്ത് സംഭവിച്ചാലും അതിന് പേരിടുന്ന കാലമാണ്. പോട്ടെ, ഉള്ള പേരുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് ആവശ്യമില്ലാത്തിടത്ത് അസ്ഥാനത്ത് കയറി പേരിടുകയാണ്. നമ്മൾ കരുതി എന്താ വട്ടുണ്ടോ? ഒരു വട്ടുമല്ല. ഇങ്ങനെയുള്ള ചില വിപരീത കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ശ്രദ്ധ നേടാനുള്ള ചില തന്ത്രങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വിചാരിക്കുന്നത് വട്ടുണ്ടോ? വട്ടൊന്നുമല്ല. ഇതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞ അവധാനതയോടുകൂടി പറയുന്ന കാര്യങ്ങളാ. അതുപോലെ മണ്ടത്തരങ്ങളൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തുൻ നബവിയുടെ മിമ്പറിൽ നിന്നിട്ട് പറയുന്നു, ഞാൻ ആ ഹൗല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇത് പറഞ്ഞെന്നറിയോ? എൻ്റെ പൊന്നുമക്കളെ, എൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ, നിങ്ങൾക്ക് എന്ത് വലിയ അനുഗ്രഹങ്ങൾ വന്നാലും അതോളം വരില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അത് നോക്കിക്കാണുകയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നി വഅതീതു മഫാതീഹ ഖസാഇനിൽ അർളി, എനിക്കും എൻ്റെ സമുദായത്തിനും ഭൂമിയുടെ ഖജനാവിന്റെ താക്കോലുകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാ. യാതൊരു ദാരിദ്ര്യവും വിഷമവും നമുക്ക് വരൂല. ഭൂമിയുടെ ഖജനാവ് മൊത്തം നമ്മുടെ കയ്യിലാ. എന്നിട്ട് പറഞ്ഞു, ഇന്നി വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, ഞാൻ എന്റെ കാലശേഷം, ഇത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഹിജറയുടെ 10-ാം വർഷം 63-ാമത്തെ വയസ്സിന്റെ സമയത്ത് ഉഹുദിൽ നിന്ന് സഹാബത്തിനെ മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് പറയുകയാ, ഞാൻ മരണപ്പെട്ടു പോയാൽ, വഫാത്തായി പോയാ, എനിക്ക് ശേഷം നിങ്ങൾ ആരും ലാ തുശ്രികൂ ബഅദി അൻ അലൈക്കും അൻ മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, നിങ്ങൾ ആരും ബഹുദൈവ വിശ്വാസികളാകുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. നിങ്ങൾ ആരും മുശ്രിക്കുകളാകുമെന്ന് എനിക്കൊരു പേടിയില്ല. നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുമെന്നും, നിങ്ങൾ സൂര്യനെ ആരാധിക്കുമെന്നും, നിങ്ങൾ അഗ്നി ആരാധകരാകുമെന്നും, നിങ്ങൾ വിഗ്രഹങ്ങളെ പൂജിക്കുമെന്നും, മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമെന്നും ഞാൻ പേടിക്കുന്നില്ല. എന്റെ പേടി എന്താണെന്നറിയോ? എന്റെ പേടി ഒന്നേ ഒന്ന് മാത്രം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വലാകിൻ അഖാഫു അലൈക്കും അൻ തനാഫസൂ ഫിഹാ, നിങ്ങൾ മത്സരിക്കും.
നിങ്ങൾ മത്സരിക്കും, അതെനിക്ക് പേടിയാ. ഏത് മത്സരം? ഇലക്ഷന് നിൽക്കുന്നതല്ല. ഒരാളൊരു വീട് വെച്ചാൽ അടുത്തയാള് പറയുന്നു അവനേക്കാൾ മനോഹരമായ വീട് എനിക്ക് വേണം. ഒരുത്തനൊരു വാഹനം എടുത്താൽ അതിനേക്കാൾ മോടിയുള്ള വാഹനം എനിക്ക് വേണം. ഒരു പള്ളിക്ക് വെച്ചാൽ ആ പള്ളിയിൽ 2 മിനാരമാണെങ്കിൽ നമ്മുടെ പള്ളിയിൽ 4 മിനാരം വേണം. ആ പള്ളിക്ക് ഒരു ഖുബ്ബയാണെങ്കിൽ നമ്മുടെ പള്ളിക്ക് 2 ഖുബ്ബ വേണം. അങ്ങനെ നിങ്ങൾ മത്സരിക്കുന്ന കാലം വരും സഹബാ. റസൂല് പറയുകയാണ്, ഇന്നലി കുല്ലി ഉമ്മത്തിന് ഫിത്ന, എന്റെ എല്ലാ സമുദായത്തിന് നാശമുണ്ട്. വഫിത്നതു ഉമ്മത്തിയൽ മാ, എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്ത് തന്നെയാ. എന്റെ സമുദായത്തിന്റെ നാശ സമ്പത്ത് തന്നെയാ. എല്ലാ സമുദായത്തിനും നാശമുണ്ട്. ഓരോ സമുദായത്തിനും നാശം വ്യത്യസ്തമാണെങ്കിൽ എന്റെ സമുദായത്തിന്റെ നാശ സമ്പത്താണ്. അതുകൊണ്ട് ഞാൻ പേടിക്കുന്നത് നിങ്ങൾ വിഗ്രഹാരാധകരാകുമെന്നല്ല, നിങ്ങൾ എനിക്ക് ശേഷം കിടമത്സരം നടത്തുന്ന ഭൗതിക മത്സരാർത്ഥികളായി മാറുമെന്ന് ഞാൻ ഭയപ്പെടുകയാ. സഹോദരങ്ങളെ, അല്ലേ ഒരു കല്യാണത്തിന് എന്താണോ ഉള്ളത് അതിനേക്കാൾ നല്ലത് കൊടുക്കണമെന്ന ചിന്ത. എന്റെ മകളെ കെട്ടിക്കുമ്പോ ഞാൻ ഇവിടുന്ന് 10 പേരെ വണ്ടി വിളിച്ചു കൊണ്ടുപോയപ്പോൾ എനിക്ക് തന്നത് ബീഫാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, ബീഫ് ഞങ്ങൾക്ക് തന്നെങ്കിൽ ചിക്കൻ കൊടുക്കുന്നത് എങ്ങനാ? ഒന്നുമല്ലെങ്കിൽ ബീഫെങ്കിലും കൊടുക്കണ്ടേ? അല്ല, അവരുടെ മുമ്പിൽ അല്പം ഗമയിരിക്കട്ടെ, മട്ടനാക്കിയേക്കാ. സഹോദരങ്ങളെ, പണത്തിന്റെ കൊഴുപ്പ് കാണിച്ചിട്ട് പുതിയ പെണ്ണിന്റെ ഉമ്മാടെ കയ്യിലിരിക്കുന്ന പാൽപാത്രത്തിനകത്ത് മോതിരമിട്ട് കൊടുക്കുന്ന മോശമായ സംസ്കാരം ഏവനോ പണക്കൊഴുപ്പിന്റെ പേരിൽ കാണിച്ചപ്പോ ഇന്ന് പാവപ്പെട്ട സഹോദരങ്ങള് പൊന്നുമോളെ കെട്ടിച്ചയക്കാൻ പൈസ ഇല്ലാതെ തെണ്ടുകയാ. സ്വർണവത്ത് ഒത്ത് ഇനി 1 ഗ്രാമിന്റെ ഒരു മോതിരമെങ്കിലും വേണം തെണ്ടുകയാ പള്ളിയില്. എന്തിനാ മോതിരമെന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, കല്യാണത്തിന് ആ മാല, മഹറിന്റെ മാല കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പുതിയ പെണ്ണിന്റെ കയ്യിൽ, എന്റെ മോളുടെ കയ്യിലേക്ക് പാൽപാത്രം കൊടുക്കുമല്ലോ, പാലും പഴവും കൊടുക്കുമല്ലോ. ആ സമയത്ത് സാധാരണ നാട്ടു നടപ്പുണ്ടൊരു മോതിരമിട്ട് കൊടുക്കുന്ന പരിപാടി ഏവളെങ്കിലും വായിൽ തൊണ്ടയിൽ കയറി മോതിരം കുരുങ്ങുമ്പോഴേ പഠിക്കൊരു സംസ്കാരമല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇല്ലാത്ത സംസ്കാരങ്ങൾ തുടങ്ങി വെച്ചിട്ട് പാവപ്പെട്ടവനെ കുത്തുപാള എടുപ്പിക്കുമ്പോ ഇതൊന്നും മതത്തിന്റെ ആചാരമല്ല. ഇതാരൊക്കെയോ തുടങ്ങിയ ആഘോഷമാണ്, ആചാരമാണ്. ഇസ്ലാമിന് ഇതുമാകിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ വിഷയങ്ങളെ പറ്റിയും പഠിക്കേ. നിക്കാഹിൽ എന്താണ് ആചാരം, എന്താണ് അനാചാരം, മയ്യത്തിൽ എന്താണ് ആചാരം, എന്താണ് അനാചാരം, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ആചാരം എന്ത്, അനാചാരം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ആചാരം മുറുകെ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിയായി ജീവിക്ക്. അല്ലാതെ സമ്പത്ത് കൂടി പോകതിന്റെ പേരിൽ കിടമത്സരം വേണ്ട. നാളെ വരുന്ന പാവപ്പെട്ട ദരിദ്രരായ കുടുംബത്തിന് ഇല്ലാത്ത വലിയ ഭാരം തലയിൽ വെച്ചു കൊടുത്ത ആ ശാപം നമ്മൾ ഏൽക്കേണ്ടി വരും. മുസ്ലിമേ, അള്ളാഹു നമ്മളെ കാപ്പൊരുക്കിക്കട്ടെ. അതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പുണ്യം നേടിയ ഉമ്മത്തു മുഹമ്മദേ, നീ തന്നെയാണ് പത്തരമാറ്റ്. ആ എളിയ ഒരു അനുയായിയായി മാറാൻ എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഭാഗ്യമേതാ? അൽഹംദുലില്ലാഹ്, ഉമ്മത്ത് മുഹമ്മദായി എന്നുള്ളതാണ്. അള്ളാഹു ഇതേ അവസ്ഥയിലും മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.